ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ചിരകിയ തേങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ആവശ്യമില്ല, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഷുഗർ ഒന്ന് കാരമൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് ഷുഗർ ഉണ്ടാവും. അപ്പോൾ അതൊരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ ആദ്യമേ ഇളക്കിയിടണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ഇങ്ങനെ മെൽറ്റായി വരും. അതുപോലെ തന്നെ തീ കൂട്ടി വെച്ച് ചെയ്യരുത്. ഒന്ന് ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. നന്നായിട്ട് മെൽറ്റാകുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കളറാവാൻ നിന്നാൽ കയ്പ്പ് ചൊവ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കളർ മതി. കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റീലിൻ്റെ ബൗളോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഹാർഡായി പോവും, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഉണങ്ങിയ തേങ്ങ എടുക്കരുത്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഏകദേശം ഒരു ബൗളോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് പാലെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അരിപ്പ വഴി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം, നല്ല പിഴിഞ്ഞെടുക്കുക. ആ പാല് മുഴുവനും നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ വീണ്ടും ഇതിൽ നിന്ന് പാലെടുക്കുന്നില്ല, ഒറ്റ തവണ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങും കൂടിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിത് പാല് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലിൻ്റെ പുഡിങ് തന്നെ നമുക്ക് 1-2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള രീതിയുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ കോൺഫ്ലോറിന് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോറും തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം. ആദ്യം തന്നെ ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട്, മധുരം നല്ല വേണമെന്നുള്ളവർക്ക് 1/4 കപ്പിനോട് 1-2 സ്പൂണും കൂടെ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഏലക്കാപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ല പോലെ നമ്മളിത് കുറുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഞ്ചസാര വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കാരമൽ ചെയ്തിട്ടും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കുകയും വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു രസം ഉണ്ടാവില്ല, ആ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റ് കിട്ടൂല. അപ്പോൾ ഇത് ഓക്കെയാണ്, നന്നായിട്ട് തിക്കായി നല്ല ക്രീമി പരമായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ചു വെച്ചിട്ടില്ല അതേ ടിന്നിലേക്ക് നമുക്കിത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ നല്ലത് 7 ഇഞ്ചിൻ്റെ പാൻ എടുക്കുന്നതാണ്. കാരണം ഇതിലൊഴിക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നി. അപ്പോൾ കുറച്ചുകൂടെ വട്ടമുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അപ്പോഴാണ് കാരമലും മെൽറ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരമൽ അടിയിൽ നിന്ന് മെൽറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ വേഗം ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലിൻ്റെ പുഡിങ്ങൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്, കാരണം അതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നമ്മളിതിൽ ചൈനാഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിത് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.